ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് 28ാമത്തെ നോമ്പാണ്. ഇന്ന് ഈ നോമ്പിന് ഒരു ഇത്തിരി സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് തന്നെ. ഞാൻ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആഫ്റ്റർ 2 ഇയേഴ്സാണ് ഞാൻ ഇന്നോളെ കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ ഉണ്ട്. ഓളെ റിയാക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കണേ ഞാനിന്ന് വരുന്നുണ്ട്, പക്ഷെ എപ്പോഴാണ് വരാമെന്നത് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം ഒരു രാവിലെ 10:30 കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എണീറ്റിക്കണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും നേരെ വൈകില്ല എണീക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. എൻ്റെ സൗണ്ടിനും അതാണ്, രാവിലെ തന്നെ ആയതുകൊണ്ട് സൗണ്ട് ലേശം വ്യത്യാസമൊക്കെ വന്നിക്കണേ. ബാക്കി കാര്യമൊക്കെ എന്താ റിയാക്ഷന് എങ്ങനെയാണ് ഉണ്ടാവാന്നൊക്കെ നമുക്ക് നേരിട്ട് പോയി കണ്ടോക്കാം. എനിക്ക് കഴിയണ പോലൊക്കെ വീഡിയോ എടുക്കുക, എന്താവുന്നുള്ളത് നമ്മൾ കണ്ടറിയാം കേട്ടോ. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. അപ്പം ഗായ്സ്, അപ്പം നമ്മളിവിടെ ഹിബൻ്റെ വീട്ടിലെത്തണ ഞാൻ അതുവരെ പേര് പറഞ്ഞില്ലേനുള്ളൂ. അപ്പം പേര് ഹിബ എന്നാണ്. അപ്പം നമ്മളിവിടെ എത്തിക്കണേ. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പുറത്ത് കുറേ സൗണ്ട് ഉണ്ട്. അപ്പം അവിടെ വീടിൻ്റെ അടുത്ത് എത്തിക്കണേ. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. ഓള് എവിടെ ഉള്ളത് സർപ്രൈസ് ആകുമോ ഇല്ലേന്നൊക്കെ നമുക്ക് പോയേക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിലുള്ളതാണ് കേട്ടോ വീട്. നമുക്ക് പോയേക്കാം. ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിക്കണ് ഗൈസ്. ഇതാണ് ആള് ഗൈസ്, ഇതാണ് ആള്. അസ്സലാമു അലൈക്കും. ഇതാണ് ഗൈസ് ഹിബ, ഐഷ ഹിബ CPV. ഈ സർപ്രൈസ് ആയോ ഹിബ? ഇതാണ് ഹിബൻ്റെ അനിയൻ. ഇന്നു സാറ് ഹായ് പറയേ. എന്താ ഇനു ഇപ്പത്തെ ട്രെൻഡിലാണ് ഗൈസ്. അമിത ചൂട് കാരണം ഇന്നോ കുപ്പായൊന്നും ഇടാറില്ല ഇപ്പോൾ. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആള്. 2 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു മഹത് വ്യക്തിനെ ഞാൻ കാണുന്നത്. കുറേ ആയി കണ്ടിട്ട്, 2 കൊല്ലമായി. ലാസ്റ്റ് നമ്മൾ കണ്ടത് പ്ലഷറാണ്. ഞാൻ 2 കൊല്ലം മുന്നേ ഇവിടെ നോമ്പോർക്ക വന്നപ്പോഴെന്നെ ബർത്ത്ഡേക്ക് ഇവള് വന്നിരുന്നു. അപ്പം ബാങ്ക് കിട്ടരാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാ. അപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്. 2 കൊല്ലമായി നമ്മൾ കണ്ടിട്ട്. ഞാൻ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആള് പഠിക്കുന്ന ടൈമില്, പിന്നെ +1 +2 ഒക്കെ പഠിക്കുമ്പോഴും ഓള് വരലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോളേജിലായതിന്റെ സമയത്ത് തീരെ അങ്ങോട്ടും പോകാനില്ല, ഇങ്ങോട്ടും വരാൻ കഴിയില്ല. അങ്ങനെ ഇപ്പൊ 2 കൊല്ലായി നമ്മള് കണ്ടിട്ട്. വെയിറ്റ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ ഓൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും കേട്ടോ. ഓൾ ആരാണ്, എവിടുന്നാണ്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഓൾ തന്നെ പറയട്ടെ. ഞാൻ ഐഷ ഹിബ CPV. ഞാൻ ഇവളും തമ്മിലുള്ള റിലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സാണ്. ആള് 8th മുതൽ 10th വരെ ഒപ്പരം പഠിച്ച ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് കേട്ടോ. അത് ഇതുവരെ പോയിട്ടൊന്നുമില്ല. എപ്പോഴും വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വരും, അതൊക്കെ തന്നെ. നമ്മൾ അങ്ങനെയുള്ളൊരു കണക്ഷനാണ്. നമ്മൾ CBSE പഠിച്ചത്. ഫസ്റ്റായിട്ട് 8th ഞാൻ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓള് CBSE ആവണേ, ഓളൊന്ന് നോക്കണം, ഇപ്പൊന്നും അറിയൊന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ ഇതൊന്നും അറിയൊന്നുമില്ല കേരള. അപ്പം ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓളോട് ഇങ്ങനെ കാണുന്ന പറഞ്ഞിട്ട് അന്ന് വലിയ മെയിനാവാനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവളായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ്. അന്ന് മുതലുള്ളതാണ് ഗൈസ്, ഇന്നും ഉണ്ട് കൂടെ. പക്ഷേ നമ്മൾ +1 +2 വേറെ സ്കൂളിലേനു, കോളേജും ഇപ്പോൾ വേറെ കോളേജാണ്. ആ ഒരു 3 കൊല്ലം ഉള്ള ആ ഒരു ബന്ധേനു. പക്ഷെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. പിന്നെന്താ,
ഹിബനെ പറ്റി പറയാം, ഹിബക്ക് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല കേട്ടോ. പക്ഷെ ഹിബന്റെ വീടിന് ഇവിടെ ഉള്ള സ്ഥലത്തിന് അപ്പൊ ഇവിടെ കാവി ഉണ്ടല്ലോ, ആ കാവി ഒക്കെ ഇട്ടത്. അപ്പൊ ഇവിടെ ഭയങ്കര പല ചേഞ്ച് വന്നിരിക്കുന്നു. ഇവിടെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ചോദിച്ചു ഇതൊക്കെ. ഞാൻ 2 കൊല്ലം ഇവിടെ വരാതെ ഇരുന്നപ്പോ ഇവിടെ ഫുൾ മാറ്റങ്ങൾ. ആകെ മാറ്റമില്ലാത്തത് ഹിബക്ക് മാത്രം, ബാക്കിയൊക്കെ ഫുൾ മാറിക്കണം. ഇവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നു, ആ വീട് പോയി. ഇവിടെ ടൈലിട്ട് പെയിന്റ് അടിച്ച് മതിൽ കെട്ടി ഒക്കെ ആയി. ഇന്നലെ എനിക്കൊരു ഫോട്ടോ അയച്ചപ്പോഴാണ് ഞാൻ ഇവിടെ ടൈലിട്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഞാൻ വരുന്ന ടൈമിലൊന്നും ഇവിടെ ടൈലിട്ടിട്ടില്ല, പെയിന്റ് അടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു തറവാട് എങ്ങനെയാണോ അതേപോലെ അല്ലേ തറവാടായിരുന്നു. അത് പിന്നെ ഒരു 2 കൊല്ലം ഞാൻ വരാതിരുന്നപ്പോഴത്തേക്കിന് വലിയ വലിയ മാറ്റങ്ങളായിപ്പോയി ഗൈസ് വന്നത്. എന്ത് ചെയ്യാനാലേ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും, സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഞാൻ രാവിലെ ഇത് അറിഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഞാൻ ഓരോട് പറഞ്ഞിക്കണേ, ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞിക്കണേ. ഞാൻ എപ്പോഴാ വരാന്നുള്ളത് ഞാൻ ചിലപ്പോൾ എണീച്ചിട്ടും കൂടി ഉണ്ടാവില്ല, ഉറങ്ങി എണീച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഓള് പറഞ്ഞതാണ് ഞാൻ വരും എന്നുള്ളത്. അതുകൊണ്ട് ഫുൾ പ്രിപ്പയർ ആയി നിൽക്കണമല്ലോ. അതുകൊണ്ട് പണ്ടത്തെ മാതിരിയല്ല, ഫുൾക്ക് ചാനലുള്ളതാണ്, നമ്മൾ അതിനനുസരിച്ച് നിൽക്കണമല്ലോ. അതാണ് ആ വീഡിയോയിൽ കണ്ട സംഭവം. സംഭവം ഞാൻ വരുമ്പോഴേ എടുത്ത് വരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എൻ്റെ കാക്ക അവിടെ വീട് മുറ്റത്ത് തന്നെ ഇറക്കി തന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സർപ്രൈസിങ് ആക്ട് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തതാണ് ഗൈസ്. ഒക്കെ ഭയങ്കര സങ്കടം. ഞാൻ വിചാരിച്ചതാ അപ്പൊ ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ നമ്മൾ പറയാതെ എടുക്കണതോ പറഞ്ഞെടുക്കണതോ രണ്ടാണല്ലോ. അപ്പോൾ അതെടുക്കണം എന്നിങ്ങനെ വിചാരിച്ച് മനസ്സിൽ ഫുൾ സെറ്റ് ചെയ്ത് വന്നത്. ഞാൻ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു ഇതെന്താവും അവസ്ഥ ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കണേ. ഇതേൻ്റെ അവസ്ഥ. ഇപ്പം ഇന്ന് എനിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മാംഗോ ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ ഒച്ച ഉണ്ടാക്കണം ഗൈസ്, പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഓൾ പറഞ്ഞു ഓൾ തന്നെയാണ് ഇവിടെ പൾപ്പ് ഉണ്ടാക്കാൻ. അപ്പം അമ്മക്ക് അത് കണ്ടാലോ പൾപ്പ് ഉണ്ടാക്കണത്. അപ്പം ആ ജ്യൂസ് സ്പെഷ്യലിസ്റ്റിനോട് നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ചേക്കാം. പറഞ്ഞു തരുമോ എന്നൊക്കെ പഠിച്ചോനക്കറിയാം. പോയി ചോദിച്ചേക്കാം എന്തായാലും. ഹിബാ ഈ റെസിപ്പി പറഞ്ഞു തരുമോ? കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ മാംഗോ കട്ട് ചെയ്ത് കുറച്ച് അത്യാവശ്യം നല്ല വലിയ മാങ്ങാണ്. അപ്പോൾ ഒരു 6 പേർക്ക് ഒക്കെ ഈ ഒരു മാങ്ങ മതിയാവും. ഞാനിപ്പോൾ അത് അടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇതേമാതിരിയിൽ പഞ്ചസാരയും കൂട്ടി അടിക്കും, ചിലർ പാല് കൂട്ടി അടിക്കും. നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതും പഞ്ചസാരയും വേണം കൂട്ടി അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഒന്നും ആവില്ല, ഒരു 3 ദിവസം വരെ വേണമെങ്കിൽ നമുക്കത് വെക്കാം. അതാകുമ്പം പാലിട്ട് ഈ പൾപ്പ് ഒഴിച്ച് ആക്കിയാൽ മതി. ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ മാങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. ഞങ്ങളവിടെ ആർക്കും കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എൻ്റെ അവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളങ്ങനെ ആക്കും. മാങ്ങയും മാത്രം ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. എന്താ ഗൈസ് അങ്ങനെ അയക്കുന്നു. ഇനി ഇത് നമുക്ക് ജ്യൂസ് ആക്കുമ്പോൾ ഇപ്പോൾ ഫ്രീസറിൽ വെക്കും. ജ്യൂസ് ആക്കുമ്പോൾ പാലും ഇതും കൂട്ടി അടിച്ചാൽ മതി. സൂപ്പറായിരിക്കും. മസ്റ്റ് ട്രൈ. ഇനി എന്താ പരിപാടി ശരാ? നീ പെണ്ണിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്ട് ഗൈസ്. 2 കയ്യിലും ഇവിടെ ഇടണം. പിന്നെ നോമ്പ് കണ്ട് പെരുന്നാളാവാൻ എനിക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞ് 2 ദിവസം. പെരുന്നാളാവാനായില്ലേ? നാളെയും കൂടി കഴിഞ്ഞാൽ പെരുന്നാള് പറയാൻ പറ്റില്ല. ചിലപ്പം 30 ഉണ്ടാവും, ചിലപ്പോൾ 29. അപ്പൊ ഞാൻ ഇവളെ വന്നതിന്റെ ഇവളെ പിടിച്ചു വെച്ചതാണ്. കൈ എങ്ങനെയൊക്കെ കൊളാക്കാൻ കഴിയോ അങ്ങനെയൊക്കെ കൊളലാണ്. എനിക്ക് അധികം കുറെ പശ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ 2-3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാൻ തന്നെയാണ് നോക്കി ഇട്ടുകൊടുത്തത്. നിറച്ചു ഇട്ടതാണ്. പിന്നെ കാണിച്ചു തരുന്നുണ്ട്. കാണിച്ചു തരാം. ഹിബന്റെ പുതിയ ഡ്രസ്സ് കാണിച്ചു തരാം ഗൈസ്. ഡ്രസ് എടുത്തോ എടുത്തിട്ടുണ്ടാവല്ലോ. ഇവ എന്തൊക്കെയോ വാങ്ങിക്കണ് അക്ക. അതൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ അവളെ അനിയത്തി ഒക്കെ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്തിക്കണ ഗൈസ്. അത് കാണിച്ചു തരാം. ഇന്നെന്താ നോമ്പറക്കാൻ? ഇന്ന് കടുക്ക നിറച്ചതുണ്ട്. പിന്നെ അമ്മൻ്റെ എന്തോ സ്പെഷ്യൽ ഉണ്ട്. പിന്നെ ഹിബന്റെ ജ്യൂസ് ഉണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ആ ജ്യൂസ് ഉണ്ട്. കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയൂ അഭിപ്രായം. ഷോർട്സിലുള്ളൊരു വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ
പോയി കാണാം. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പൾപ്പിൻ്റെ അല്ല അത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് ഉണ്ടോ. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എല്ലാം എടുത്ത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ മൈലാഞ്ചി ഇടാൻ പോവാം ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിരിക്കണേ. തുടക്കത്തിലുള്ള വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ബിക്കോസ് ചാർജ് ഇല്ലേനു ഫോണിൽ. ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിക്കണേ. രസം ഉണ്ടോ ഇല്ലേ എന്ന് കമൻ്റ് ആക്കാൻ ഞാൻ മാക്സിമം കൊളാക്കി കൊടുത്തിക്കണേ. ഇനി എന്താണ്, ഇനി ബാക്കിലിടാൻ പോവാണ്. പിന്നെ ഈ കോണ് പറയണത് മറിയം ഹെന്ന എന്ന് പറയുന്ന പേജിൽ നിന്നാണ് കേട്ടോ. അപ്പം നല്ല സ്മെല്ലുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റെയിനും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം നല്ലോണം. നെയിൽ ഹെന്നയിലൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് DM ചെയ്യാം. അപ്പോൾ നല്ല ഓഫർ വെച്ചിട്ടുണ്ട് ഒരു. ഞാൻ പേജ് ഇവിടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ബാക്കത്തും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്താ പറയാ 300 ഉള്ളൂ. ജസ്റ്റ് അടിപൊളിയാ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ജസ്റ്റ് പോയി നമുക്ക് അടിപൊളി നല്ല സുഖമാണ്. ഇതൊക്കെ ഈ സമ്മറിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈം. വേറെ നിങ്ങൾ വേറെ നിർത്തണോ? അത്രേ ഉള്ളൂ. അത് പോരെ. ഒന്നെങ്കിൽ തരണേ, ചോദിച്ചാൽ എനിക്ക് തരണേ തരണേ. ഓക്കെ ചായ ഒഴിച്ച് തന്ന ഗൈസ്. ചായ ഇപ്പം ചൂടാക്കി കൊണ്ടുവന്ന അതെന്താ ഫുഡ് നോക്കാം. ഞാൻ പ്രിപ്പയർ ആയിട്ട് എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയാം. നമ്മളെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഇതിന് പൊരിച്ച പത്തിരി പറയും. ഇത് അന്ന ഉണ്ടാക്കിയതാട്ടോ. അന്ന പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ. നമ്മളെല്ലാവരും അന്ന 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 വിളിക്കാം. അപ്പം അങ്ങനെ ഞാൻ വേണമെങ്കിൽ എടുത്ത് തിന്നോ, വേണമെങ്കിൽ എടുത്തു. എനിക്ക് വിശക്കുന്നുണ്ട്. ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ തിന്നിട്ട് തരാം ഗൈസ്. കൊണ്ടാക്കിയത്
ഗൈസ് ആദ്യമായിട്ടാണ് ഷിറിൻ്റെ അത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ യാ അതെ വെള്ളയ്ക്കൺ എന്ത് ചെയ്യാ, പ്രസ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കാതെ.